Welcome back to Bosco Campus Vision. This is the 35th lecture of Digital Marketing, topic Cyber Security. What is cyber security? The term cyber security is used to refer the security offered through online services to protect your online information. അതായത് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് നടത്തുന്ന സർവീസസുകളും അതുപോലെ തന്നെ ഓൺലൈൻ ഇൻഫർമേഷൻസും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി മെത്തേഡാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ദ ടേം സൈബർ സെക്യൂരിറ്റി ഈസ് യൂസ്ഡ് ടു റെഫർ ടു ദ സെക്യൂരിറ്റി offered through online services to protect your online information. With an increasing amount of people getting connected to internet, the security threats that cause massive harm are increasing also. Cyber security is necessary since it helps in securing data from threats such as data theft or misuse, also safeguards your system from virus. അതായത് ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടാണ് സർവീസസുകളെല്ലാം നടത്തുന്നതും അതുപോലെ ഇൻഫർമേഷൻസ് എല്ലാം എടുക്കുന്നതും എല്ലാം എന്താണ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സൈബർ ക്രൈമുകൾ നടക്കാനുള്ള സാധ്യത എന്താണ് വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ ഡേറ്റാസിന് എപ്പോഴും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ നമ്മുടെ സിസ്റ്റം വൈറസസിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർമേഷൻസൊക്കെ മിസ്യൂസ് ചെയ്യാതെ ഒക്കെ നമ്മൾ എന്താണ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സൈബർ സെക്യൂരിറ്റി എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. All the organizations, government, military, business, hospitals, financial organizations are using information systems to gather, process and store data. All these organizations are using the internet widely for communication. The information security is a major concern today when we use information systems and also when we use the internet. The major security problems are: first one, virus; second one, hacker; third one, malware; fourth one, Trojan horses; and the last one is password cracking. The major security problems are virus, hacker, malware, Trojan horses, password cracking. First one, viruses and worms. A virus is a program that is loaded onto your computer without your knowledge and runs against your wishes. നമ്മുടെ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വൈറസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ അറിവില്ലാതെയാണ് ഇത് സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നത്, ലോഡാവുന്നത്. അത് പലതരത്തിൽ ഈ വൈറസുകൾ നമ്മുടെ സിസ്റ്റത്തിൽ അഫക്റ്റ് ആവുന്നു. ചിലപ്പോൾ നമ്മുടെ ഫയലിലായിരിക്കും ഇത് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ ഫയൽ എപ്പോഴാണോ നമ്മൾ ലോഡ് ചെയ്യുന്നത് അല്ലെ ഓപ്പൺ ആക്കുന്നത്, അപ്പോഴായിരിക്കും ഈ വൈറസ് എന്ത് ചെയ്യുന്നത്, ആക്റ്റീവ് ആവുന്നത്. അപ്പം വൈറസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ലോഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ വൈറസ് എന്ന് പറയുന്നത്. അതിൻ്റെ സൊല്യൂഷൻ എന്താണ് ഈ വൈറസിനെ കളയാൻ വേണ്ടിയിട്ടുള്ളത്? Install a security suite that protects the computer against threats such as viruses and worms. ഈ വൈറസ് പോലെ അതുപോലെ വേംസ് പോലുള്ള ത്രെഡ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആൻറ്റി വൈറസുകൾ ഇൻസ്റ്റാൾ ചെയ്യും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പറഞ്ഞേക്കുന്നത്. സെക്യൂരിറ്റി സ്യൂട്ടുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിടുന്നു, അല്ലെ ലാപ്ടോപ്പിലായിക്കോട്ടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിടുമ്പം അതിനെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ കയറി ഓരോന്ന് സെർച്ച് ചെയ്യും, ഓരോന്ന് ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റത്തിൽ ഈ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു, സേവായി കിടക്കുന്നു. ഈ വൈറസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം സേവായി കിടന്നിട്ട് അത് പിന്നീടാണത് ആക്ടിവേറ്റ് ആകുന്നത്. അപ്പോൾ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആൻറ്റിവൈറസുകൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ ഹാക്കർ? In common, a hacker is a person who breaks into computers usually by gaining access to administrative controls. അപ്പോൾ ആരാണ് ഒരു ഹാക്കർ എന്ന് പറഞ്ഞാൽ? ഹാക്കർ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ആണ്. എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫുൾ കൺട്രോളും എന്ത് ചെയ്യുന്നു, അയാൾ മിസ്യൂസ് ചെയ്യുന്നു. സോ കമ്പ്യൂട്ടർ ഹാക്കേഴ്സ് ആർ അൺഓതറൈസ്ഡ് യൂസേഴ്സ് who break into computer systems in order to steal, change or destroy information, often by installing dangerous malware without your knowledge or consent. Their clever tactics and detailed technical knowledge help them access the information
you really do not want to have. So hacker is a person who breaks into computers usually by gaining access to administrative controls. How to prevent hacking? It may be impossible to prevent computer hacking. However, effective security controls including strong passwords and the use of firewalls can help. അപ്പോൾ ഈ ഹാക്കിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫക്റ്റീവായിട്ടുള്ള സെക്യൂരിറ്റി കൺട്രോൾസ് ഒക്കെ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോങ് പാസ്വേഡ്സ്, അതായത് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പാസ്വേഡുകളും അതുപോലെ തന്നെ ഫയർവാളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിടാൻ പറ്റും. എന്നിരുന്നാൽ പോലും അതിലും വലിയ എക്സ്പേർട്ടുകൾക്കാണെങ്കിൽ ഈസി ആയിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും. നെക്സ്റ്റ് വൺ, മാൽവെയർ. The word malware comes from the term malicious software. Malware is any software that infects and damages a computer system without the owner's knowledge or permission. Malware is any program or file that is harmful to a computer. We have to stop malware, download an anti-malware program that also helps prevent infections, activate network threat protection, firewall, antivirus. അതായത് ഈ മാൽവെയറിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എന്തായിരിക്കും, ആൻറ്റി മാൽവെയർ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ സിസ്റ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യണം എന്താ, നെറ്റ്വർക്ക് ത്രെഡ് പ്രൊട്ടക്ഷനോ ഫയർവാളോ അല്ലെങ്കിൽ ആൻറ്റി വൈറസ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ ഇടുക. നെക്സ്റ്റ് വൺ, ട്രോജൻ ഹോഴ്സസ്. Trojan horses are email viruses that can duplicate themselves, steal information, or harm the computer system. These viruses are the most serious threats to computers. So, a Trojan horse is one of the most common and dangerous types of threats that infect your computer or mobile device. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വൈറസാണ് എന്തെന്ന് പറയുന്നത്, ഹോസസ് എന്ന് പറയുന്നത്. How to avoid Trojan's security? Suits such as Avast Internet Security will prevent you from downloading Trojan horses. അതായത് നമ്മൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുമ്പോഴായിരിക്കും ഈ ട്രോജൻ ഹോസസ് നമ്മുടെ സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള ഇൻ്റർനെറ്റ് സെക്യൂരിറ്റികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ പറഞ്ഞേക്കുന്ന ആവാസ്റ്റ് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ട്രോജൻ ഹോസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റി മെത്തേഡാണ്. Or after recognizing a file infecting with Trojan horse, it becomes easy to remove. Most of the time, your system will give you a DLL error, which is associated with the Trojan attack. You can copy the error and find out about the affected exe file online. If you forget this step, then it will restore the files you delete. So these are the methods for removing a Trojan virus. Next one is password cracking. Password attacks are attacks by hackers that are able to determine passwords or find passwords to different protected electronic areas and social network sites. A password cracker is an application program that is used to identify an unknown or forgotten password to a computer or network resources. It can also be used to help a human cracker obtain unauthorized access to resources. That means a third party trying to gain access to your systems by cracking a user's password. Then securing password. Use always strong password. Never use same password for two different sites. എപ്പോഴും നമ്മൾ പാസ്വേഡ് എന്തായിരിക്കണം, സെക്യൂർ ആയിരിക്കണം. അതുപോലെ തന്നെ നെവർ യൂസ് സെയിം പാസ്വേഡ് ഫോർ ഡിഫറെൻറ്റ് സൈറ്റ്സ്. അതായത് പല സൈറ്റ്സിൽ നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പാസ്വേഡുകൾ ഒരേ സെയിം ആയിരിക്കരുത് നമ്മൾ ഇടുന്നത്. എപ്പോഴും നമ്മൾ ഡിഫറെൻറ്റ് പാസ്വേഡ്സ് വേണം ഓരോ സൈറ്റിനും നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. സൈബർ സെക്യൂരിറ്റി ഈസ് എവരി വൺസ് റെസ്പോൺസിബിലിറ്റി. ഇന്ത്യ സ്റ്റാൻഡ്സ് 10th in the cyber crime in the world. There are many drawbacks for a securing password. First one, people choose passwords that can be easily remembered. Second one, people share their passwords, etc. Thus, the password can be misused and become ineffective.
And what are the mechanisms to improve password protection? First, utilities. Second one, assignment of password by network managers. Third one, periodical reissuing of passwords. First one, use the sophisticated utilities provided by the operating system. Second one, assignment of passwords by network managers. That means password should be allowed only by the network manager. There is a network manager or network administrator. Only he should issuing the password instead of allowing the individuals to set the manager will issue it. Third one is periodical reissuing of passwords. That means it is possible that the passwords are revealed by the employees over a period of time. The password may be reissued after 1 month or 3 months. Most of the organizations have a password policy. Certain parameters are to be included in the password policy. They are their length, complexity, variation, and variety. So these are the mechanisms to improve password protection. Today's question is briefly explain cyber security.